ഹലോ ഗേസ്, നമ്മളെ ഗസ്റ്റ് ഇബ്രു നാട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ ചെക്കനെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ഊബർ ഓൺ ആക്കുന്നത്. അങ്ങനെ ചെക്കനെ അവിടെ ഡ്രോപ്പ് ചെയ്തു. ഒരു 8:07 സമയമായപ്പോൾ ഞാൻ വേഗം ഊബറും റാപ്പിഡോ കേരള സവാരി 3 ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ഊബറിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് നഷ്ട ട്രിപ്പായിരുന്നു. 19 കിലോമീറ്റർ ഉണ്ടായിരുന്നു. റേറ്റ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ട്രിപ്പ് എടുത്തില്ല. അത് ഒഴിവാക്കിയപ്പോൾ തന്നെ അടുത്തൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ അക്സെപ്റ്റ് ചെയ്തു. അത് നമ്മളെ നോർത്ത് പറവൂർ ഭാഗത്തായിരുന്നു കേട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് റാപ്പിഡോയിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഡ്രോപ്പും പാടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ആലുവയിൽ ഡ്രോപ്പ് ചെയ്തപ്പോൾ നമ്മൾ KSRT സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു രാഹുലിൻ്റെ. അതങ്ങനെ പിക്ക് ചെയ്യാൻ പോയി. അത് ഡ്രോപ്പ് ചെയ്തപ്പോഴാണ് നമ്മൾ ഇന്നത്തെ മെയിൻ ട്രിപ്പ് വന്നത് കേട്ടോ. ഒരു സീമയുടെ ട്രിപ്പ്. ഇത് റെൻ്റൽ ട്രിപ്പ് ആട്ടോ. 4 മണിക്കൂറത്തേക്ക് നമ്മൾ ലോക്കാണ്. 50 കിലോമീറ്റർ ഇതിൽ കിലോമീറ്റർ ലിമിറ്റ് ഉണ്ട്. ഒരു 3 കിലോമീറ്ററിൻ്റെ അടുത്ത് പിക്കപ്പ് ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. 1000 സംതിങ് എന്തോ റേറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ കസ്റ്റമറെ പിക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി. ഇതെന്തൊരു ഹോസ്പിറ്റലോ അങ്ങനെ എന്തൊരു സംഭവം ആട്ടത്. അങ്ങനെ അവരെ ഫസ്റ്റത്തെ സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്തു. അത് നമ്മൾ ആലുവയിലുള്ള ഒരു ക്ലിനിക്കിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഡ്രോപ്പ് ചെയ്ത ഗ്യാപ്പിൽ ഞാൻ തൊട്ടപ്പുറത്തുള്ള ചായക്കടയിൽ പോയി ഒരു ചായയും സാൻഡ്വിച്ചും കഴിച്ചിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് നമ്മൾ ആലുവയിലുള്ള മാക്സിലേക്കായിരുന്നു കേട്ടോ. അവിടെ ഒരു 10-20 മിനിറ്റോളം എനിക്ക് പോസ്റ്റ് കിട്ടിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അവർക്ക് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ആലുവയിലുള്ള പാതിരാക്കോയിൽ പോകാമെന്ന് വിചാരിച്ച് എന്നോട് കുറേ വരാൻ പറഞ്ഞു. ഞാൻ ഫുഡ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ നിർബന്ധിച്ചതുകൊണ്ട് എനിക്ക് പോവേണ്ടി വന്നു ഗൈസ്. ഞാൻ അപ്പുറത്തെ ടേബിളും ഇരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാനൊരു CB ഓർഡർ ചെയ്ത് അത് കഴിച്ച് ഞാൻ നേരെ വണ്ടിയിലേക്ക് പോയിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 3:24 സമയമായപ്പോൾ പിക്ക് ചെയ്ത് അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ടോ അവരെ. 1041 രൂപ കേട്ടോ നമുക്ക് ഈ ട്രിപ്പിന് കിട്ടിയത്. ടോട്ടൽ 32.85 കിലോമീറ്ററും സമയം 4 മണിക്കൂറും 12 മിനിറ്റോട്ട് ഓടിയത്. ഇതൊരു ഫാമിലി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരാൾ ഇന്ന് ബാംഗ്ലൂർ പോകുന്നുണ്ട്. അപ്പോൾ 5:30 ഫ്ലൈറ്റ് ഉണ്ട്, എയർപോർട്ടിൽ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്തായാലും ഈ പരിസരത്ത് തന്നെ നിൽക്കാനുള്ളൊരു പ്ലാനിലായിരുന്നു. കാരണം എയർപോർട്ട് ട്രിപ്പ് നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ അവിടുന്ന് 2 കിലോമീറ്റർ മാറിയിട്ട് വണ്ടി ഇടാനൊരു ഗ്യാപ്പ് ഉണ്ടപ്പോൾ അവിടെ എയർപോർട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ ആയിട്ട് നേരെ കടന്നുറങ്ങി. പിന്നെ എണീക്കണത് 4:55 സമയമായപ്പോഴാട്ടോ. അപ്പോൾ നല്ല കാറ്റും മഴയും വരുന്നുണ്ടായിരുന്നു. നല്ല കാറ്റടിച്ചിട്ടേ ചെറിയ കൊമ്പുകളൊക്കെ വണ്ടിയിൽ ചാടിയപ്പോഴാണ് ഞാൻ എണീറ്റത്. ഇനി എന്തായാലും ഈ മഴത്തെ ടൗണിൽ ഓടാൻ കഴിയൂല. അപ്പോൾ ഞാൻ നേരെ നമ്മളെ കസ്റ്റമറെ വിളിച്ച് നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ നേരെ അവരെ പിക്ക് ചെയ്യാൻ പോയി. 5:45 വരാനാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തൊട്ടപ്പുറത്തൊരു ഗ്രൗണ്ടിൽ വണ്ടി സൈഡാക്കിയിട്ട് കുറച്ച് നേരം അതിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് അങ്ങനെ കറക്റ്റ് 5:45 സമയപ്പോൾ ഞാൻ വണ്ടി എടുത്ത് കസ്റ്റമറെ പിക്ക് ചെയ്ത് നേരെ എയർപോർട്ടിലേക്ക് പോയി. അവിടെ ഒരു 6:26 ആയപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടോ. 500 രൂപ ഫെയർ ഉണ്ടായിരുന്നുള്ളൂ. കസ്റ്റമർ 600 രൂപ ഇട്ടിട്ടുണ്ട്, 100 രൂപ ടിപ്പ് ഇട്ടിട്ടുണ്ട്. നേരത്തെ 100 രൂപ ടിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എയർപോർട്ടിൽ 260 വണ്ടികളുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ ക്യൂവിൽ വെയിറ്റ് ചെയ്യാൻ പോവാണ്. CNG 2 പുള്ളിയേ ഉള്ളൂ. അപ്പോൾ ടൗണിലേക്ക് ഒരു ചെറിയ ലോക്കൽ എടുത്തിട്ട് പോകേണ്ടി വരും. അങ്ങനെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് സമയം ഒരു 7 ആയപ്പോൾ നമുക്കൊരു ലീബൻ്റെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ എടപ്പള്ളി ഭാഗത്തായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. പോകുന്ന സമയത്ത് നമ്മൾ പുളിഞ്ചോട് നിന്ന് CNG അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 757 രൂപയാണ് CNGക്ക് ആയത്. കഴിഞ്ഞ CNGയിൽ 194 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ 0 ആക്കി. ആ ട്രിപ്പ് അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് നേരെ അൽത്താസയിലേക്ക് ഷവർമ വാങ്ങാൻ പോയിട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഇത്ര മൈലേജിൽ CNG കിട്ടണത്. ഒരു കട്ട പോലും പോയിട്ടില്ല. അപ്പോൾ ഇതിന് 8.4 കിലോമീറ്റർ ഓടി. സാധാരണ പമ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു കട്ട പോകലുണ്ട്. അങ്ങനെ ഷവർമയുമായിട്ട് നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നാളെ പാക്കലാം.